ഒരുപാട് ഏജൻസീസിനെ അപ്രോച്ച് ചെയ്തിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏജൻസിയുടെ പ്രോസസ്സിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും എന്നോട് കുറച്ച് കൺസേൺസ് വന്ന് പറയുന്ന പേരൻസ് ഉണ്ട്. ആ പേരൻസ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റെ കുട്ടി ഈ ഒരു ഇൻ്റർനാഷണൽ കൺട്രിയിൽ സേഫ് ആയിട്ടിരിക്കുമോ? ഞങ്ങൾ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്ന ഈ ഏജൻറ്റ് 100% ഒരു എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് പറഞ്ഞത് മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കുട്ടിയെ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി വിടാൻ പറ്റും? ഇത് ഡേ ബൈ ഡേ പേരൻസ് ചോദിക്കുന്ന കുറച്ച് കൺസേൺസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് മിക്ക പേരൻസിനോടും പറയാനുള്ളത്, നമ്മുടെ കുട്ടീനെ ഇൻ്റർനാഷണൽ കൺട്രിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവിടെ ഒരു ഡിഗ്രി മാത്രമല്ല, സ്വന്തമായിട്ടുള്ളൊരു ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പാർട്ട് ടൈം വർക്ക് ചെയ്ത് അവനവനൊരു കേപ്പബിലിറ്റി ലെവലിലേക്ക് എത്താനും കൂടെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് കുട്ടിക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെല്ലാം മുമ്പ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഏജൻസി ജെനുവിൻ ആണോ? അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിവുണ്ടോ? വിസ പ്രോസസ്സ് എങ്ങനെയാണ്? ലിവിങ് എക്സ്പെൻസിന്റെ കാര്യങ്ങൾ എങ്ങനെ വിസ റിജക്ഷനിലേക്ക് ലീഡ് ചെയ്യാതെ നോക്കാം? അക്കോമഡേഷന്റെ കാര്യങ്ങൾ എങ്ങനെ സെറ്റാക്കാം? പാർട്ട് ടൈം വർക്ക് എങ്ങനെയാണ് ആ ലൊക്കേഷനിൽ, യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ലൊക്കേഷനിലുള്ള സിറ്റുവേഷൻ? ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് പേരൻസിന് ഏകദേശം ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന് മക്കളെ അയക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ അഡ്മിഷൻ പ്രൊസീജിയർ മാത്രം നോക്കരുത്. നിങ്ങൾ ആരെയാണ് കുട്ടിയുടെ ഒരു കാര്യം ഏൽപ്പിക്കുന്ന ആ ഏജന്റിന്റെ സൈഡും കൂടെ നിങ്ങൾ നോക്കുക. കാരണം ഒരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്മിഷൻ മാത്രമല്ല, അതൊരു കുട്ടിയുടെ ഫ്യൂച്ചറാണ്, അവരുടെ സ്വന്തം കുഞ്ഞിന്റെ ഫ്യൂച്ചറാണ്.